നമസ്കാരം. കൽക്കി ഇമാം മഹദി വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും, എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും, എല്ലാ ഹിന്ദു സഹോദരങ്ങൾക്കും നമസ്കാരം. ഞാൻ പറയാൻ പോണ സത്യം എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക്, ഈ രണ്ട് സത്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒന്ന്, രാജീവ് ഗാന്ധി എങ്ങനെ മരിച്ചു, ഓക്കെ, ആരാണ് ഇതിൻ്റെ പിന്നിൽ, ഓക്കെ, ആ സത്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഫസ്റ്റ് പറയാൻ പോകുന്നത്. രാജീവ് ഗാന്ധിയെ കൊന്നത് ഇസ്രായേൽ ചാരസംഘടന പൈസ കൊടുത്ത് തമിഴ് പുലിനെ വിലക്കെടുത്തിട്ടാണ് ഇസ്രായേൽ രാജീവ് ഗാന്ധിനെ കൊന്നത്. എന്തിനാണെന്ന് വെച്ചാൽ, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ബാബർ മസ്ജിദ് പൊളിക്കാനോ പിടിക്കാനോ ഒന്നിനും, മതക്കലവരം നടത്താനോ ഒന്നിനും സാധിക്കില്ല. അപ്പോൾ അതിനും പിന്നെ അതുമല്ല, ആയുധക്കരാർ, ഇസ്രായേലായിട്ടുള്ള ആയുധക്കരാർ ഇന്ത്യ ആ ടൈമിൽ നിഷേധിച്ചിരുന്നു. അതൊരു കാരണം. അങ്ങനെയാണ് രാജീവ് ഗാന്ധിനെ തീർത്തത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് ഇടപഴകി ഇറങ്ങിയ ഒരു പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. എന്ന് വെച്ചാൽ അങ്ങേര് വന്നത് അങ്ങേരെ സ്വന്തം കാറിൽ, അങ്ങേര് ലളിതമായിട്ടുള്ള ലെവൽ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങേര് പണം കാണുമ്പോൾ കണ്ണുമഞ്ഞളിക്കില്ല. എന്താ കാരണമെന്ന് വെച്ചാൽ പുള്ളിക്കാരനൊക്കെ പണം കണ്ട് വന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് രാജീവ് ഗാന്ധിനെ തീർത്തത്. പിന്നെ ഈ പേജർ ബോംബ് പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങളടുത്ത് പറയാം. ആ ബാബർ മസ്ജിദിൽ നിന്ന് പൊളിച്ച് എടുത്ത സാധനം കച്ചവടം നടത്തിയേക്കണത് ഇസ്രായേൽ ടെക് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ കമ്പനിയായിട്ടാണ് ഇവർ കച്ചവടം നടത്തിയേക്കുന്നത്. ഒന്ന്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ പേജർ ബോംബ് എന്ന് പറഞ്ഞാൽ വലിയ ടെക്നോളജി ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ പേജറിലെന്ന് പറഞ്ഞാൽ ഇറിഡിയം കണ്ടൻറ്റ് ഭയങ്കര കൂടുതലാണ്, റേഡിയേഷൻ പവർ. അത് കമ്പനി എന്നാ പറയുന്നത് ബെൽറ്റിലോ ഷർട്ടിൻ്റെ പോക്കറ്റിലൊന്നും ഇടരുതെന്നാണ് കമ്പനി പറയുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ അത് നിർത്തലാക്കാനും കാരണം റേഡിയേഷൻ പവർ. ഈ നമ്മളാ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി, അത്രേ ഉള്ളൂ. ജീസസിനെ എങ്ങനെ കൊന്നു ആ ഒരു ഇതിൽ തന്നെയാണ്, ആ ഒരു മെത്തേഡ് തന്നെ, വേറൊന്നുമില്ല ഇതിൽ. എന്ന് പറഞ്ഞാൽ അവരെന്താ ചെയ്തിരിക്കുന്നത്, ഇവരെ കൂട്ടത്തിൽ തന്നെ ഉള്ള ആളെ വിലക്കെടുത്തിട്ട് ഈ സാധനം സെറ്റ് ചെയ്ത് ഇവരെ കയ്യിൽ കൊടുത്തു, ഓക്കെ. പിന്നെ ഈ പേജറെല്ലാം വർക്ക് ചെയ്യുന്നത് സാറ്റലൈറ്റ് വഴിയാണ്. ഇതവർ ഓപ്പറേറ്റ് ചെയ്തത്. അല്ലാതെ ഇതിൽ വലിയ ടെക്നോളജിയും കാര്യങ്ങളൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് ഇവരെ കൂട്ടത്തിലുള്ള ആളെ തന്നെ വിലക്കെടുത്ത്. പിന്നെ ജീസസ് ജനിച്ച സ്ഥലം അത് ഇവർ തകർത്തു. പിന്നെ ഇസ്രായേലികളെല്ലാവരും കെട്ടവരെന്ന് ഞാൻ പറയുന്നില്ല. എന്താ കാരണം, ഒരു നാണയത്തിൽ ഒരു നല്ല വശമുണ്ട്, കെട്ട വശമുണ്ട്, ഓക്കെ. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഭീകരത ഇസ്രായേൽ സൃഷ്ടിക്കാൻ കാരണമെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ കുറേ ഇസ്രായേലികൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലായി. അവരെ പേടിപ്പിച്ച് നിർത്താൻ വേണ്ടി മാത്രമാണ് ഈ ഒരു കലാപം, ഈ പേജർ ബോംബ് അങ്ങനെയുള്ള ലെവലിൽ ഇവർ, അല്ലാതെ വലിയ ടെക്നോളജി ഒന്നും ഇവർ യൂസ് ചെയ്തിട്ടില്ല. ഇത് സിമ്പിളാണ്. അതിൻ്റെ മൈന്യൂട്ട് റേഡിയേഷനാണ്, അതിൽ മൈന്യൂട്ട് റേഡിയേഷനാണ് ഫോണിലുള്ളത്. ഇതെന്ന് വെച്ചാൽ ആ പേജർ വാങ്ങുന്ന ആളെ ഇവർ വിലക്കെടുത്തു. ഇതാണ് സംഭവിച്ചേക്കണത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ജീസസിനെ കൊല്ലാൻ വേണ്ടി ജൂതനെ 30 വെള്ളിക്കാശിന് ഒറ്റ കൊടുത്തു. ഇത് 300 കോടിയാണുള്ളൂ. എത്ര ഉള്ളു വ്യത്യാസം, വേറെ ഒന്നുമില്ല. പിന്നെ ഈ ഗുജറാത്ത് കലാപം ഇവർ വന്നതിന് ശേഷമല്ലേ ഉണ്ടായത്. പിന്നെ ഇസ്രായേലിന് വലിയ ആണവായുധം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണത്. ഇതെന്ന് പറഞ്ഞാൽ ഇറിഡിയം പവറാണ്. ഈ പവർ വെച്ചിട്ട് സാറ്റലൈറ്റ്
ഉപഗ്രഹങ്ങൾ, അങ്ങനെ പല സംഭവങ്ങളും നല്ലതും ചെയ്യാൻ പറ്റും. എന്നാൽ തീവ്രവാദികളെ കെട്ടിക്കഴിഞ്ഞാൽ കെട്ടതും ചെയ്യാൻ പറ്റും. ഒരു നാണയത്തിന് നല്ല വശമുണ്ട്, കെട്ട വശമുണ്ട്. ഇതാണ് സത്യം. ഈ സത്യങ്ങൾ ഇപ്പം ജീസസും ഒന്നാണ്, മുഹമ്മദ് നബി ഒന്നാണ്, ശിവനും ഒന്നാണ്. ഇത് ശിവൻ്റെയും ജീസസിൻ്റെയും ഇതാണ് അവർ പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിച്ചിരുന്നത്. ഈ സംഭവങ്ങളൊന്നും നടക്കുമ്പോൾ തന്നെ ഞാൻ കുഞ്ഞായിരുന്നു, അത്രയും വലിയ പ്രായമൊന്നുമില്ല. ഈ സത്യങ്ങളെല്ലാം എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ, ഇത് രാജീവ് കൊന്നത് തമിഴ് പുലിൻ്റെ തലയിലിട്ട് പിറ്റേ 92 ഭരണം നരസിംഹറാവു. അപ്പോൾ ഭരണത്തിലിരിക്കണവരുടെ അടുത്തേക്ക് ഏതെങ്കിലും ഒരു ഓഫീസർ എത്തോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അന്വേഷണ സംഘം എത്തൂല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് കുഴിച്ചു മൂടിയ സത്യമാണ്. ഈ സത്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ഇത് എത്തിച്ചേരുന്നത് ഞാനല്ല, എന്നിൽ ഇവർ രണ്ടുപേരും കൂടി എനിക്ക് പറഞ്ഞു തരുന്ന സത്യങ്ങളാണ് നിങ്ങളിൽ എത്തിച്ചേരുന്നത്. എനിക്ക് രാഷ്ട്രീയപരമായിട്ടോ ആരോടും ഒരു ഇതുമില്ല, എല്ലാവരും സുഹൃത്തുക്കൾ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ കുഴിച്ചു മൂടിയ സത്യം. പിന്നെ നരസിംഹമാവ് എങ്ങനെ നരേശല്ലേ, അസുഖം വന്ന് ബാധിച്ചല്ലേ മരിച്ചത് എന്ന് പറഞ്ഞാൽ, സത്യം എത്ര മൂടിക്കെട്ടിയാലും അത് പുറത്തു വരും എന്ന് പറഞ്ഞാൽ, ജീസസിനെ സ്നേഹിക്കുന്നവരും ശിവനെ സ്നേഹിക്കുന്നവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നവരും എല്ലാവരും ഒന്നാണ്. ഈ ഒന്നാണെന്ന രഹസ്യം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മതകലാപം നടക്കോ, മതരാഷ്ട്രീയം നടക്കോ, മത ബിസിനസ് നടക്കോ? ഇതാണ് സത്യം. ഈ സത്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് എല്ലാവരിലേക്കും എത്തിക്കണം ഈ സത്യം. ഓക്കെ, താങ്ക് യു.